മജ്ജുമ നികായ 97 ധനഞ്ജാനി സുത്ത. ഈ സുത്തം ആയുഷ്മാൻ സാരിപുത്തനും അതേപോലെ തന്നെ ധനഞ്ജാനി എന്ന ബ്രാഹ്മണനും തമ്മിലുള്ള സൂത്തമാണ്. പലരും തൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി, അച്ഛനമ്മമാർക്ക് വേണ്ടി തെറ്റായിട്ടുള്ള ജോലികൾ ചെയ്ത് പണം സമ്പാദിക്കാറുണ്ട്. അത് തീർത്തും തെറ്റാണ് എന്ന് ഈ സൂത്രത്തിൽ ആയുഷ്മാൻ സാരിപുത്തൻ പറയുന്നു. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സൂത്രം അയച്ചു കൊടുക്കുക. ഞാനിങ്ങനെ കേട്ടു. ഒരിക്കൽ ഭഗവാൻ രാജഗൃഹത്തിൽ വിഹരിക്കുകയായിരുന്നു, വേളുവനത്തിൽ. അവിടെ അണ്ണാന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് ആയുഷ്മാൻ സാരിപുത്തൻ തെക്ക് ഭാഗത്തുള്ള ഒരു മലയുടെ പുറത്താണ് താമസിച്ചിരുന്നത്. ആയുഷ്മാൻ സാരിപുത്തനോടൊപ്പം ഒരുപാട് ഭിക്ഷുക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭിക്ഷു രാജഗൃഹത്തിൽ തൻ്റെ വർഷാവാസം കഴിഞ്ഞതിന് ശേഷം തെക്ക് ഭാഗത്തുള്ള മലയിലേക്ക് പോയി. അദ്ദേഹം ആയുഷ്മാൻ സാരിപുത്രൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. അതിനുശേഷം കുശൽ പ്രശ്നങ്ങൾ ചെയ്തു. അഭിവാദ്യവും കുശൽ പ്രശ്നങ്ങൾക്കും ശേഷം ആ ഭിക്ഷു ഒരു ഭാഗത്ത് ഇരുന്നു. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്രൻ ആ ഭിക്ഷുവിനോട് ഇങ്ങനെ പറഞ്ഞു: മിത്രമേ, ഭഗവാന് ആരോഗ്യമുണ്ട്, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല, അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന് ഞാൻ അനുമാനിക്കുന്നു. അപ്പോൾ ആ ഭിക്ഷു പറഞ്ഞു: തീർച്ചയായും മിത്രമേ, ഭഗവാന് ആരോഗ്യമുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. വീണ്ടും ആയുഷ്മാൻ സാരിപുത്രൻ ചോദിച്ചു: ഭിക്ഷുസംഘങ്ങൾക്കും ആരോഗ്യമുണ്ടല്ലോ, അവരും നല്ല രീതിയിൽ തന്നെയല്ലേ ജീവിക്കുന്നത്? ഭിക്ഷു പറഞ്ഞു: അതേ ബന്ധേ. ആയുഷ്മാൻ സാരിപുത്രൻ വീണ്ടും ചോദിച്ചു: നഗരത്തിൻ്റെ ഗേറ്റിനടുത്ത് ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്, അരി പരിശോധിക്കുന്ന ചെക്ക് പോയിൻ്റാണ്. അവിടെ ഒരു ബ്രാഹ്മണനുണ്ട്, ധനഞ്ജാനി എന്ന ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണനും സുഖം തന്നെയല്ലേ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലല്ലോ? അപ്പോൾ ആ ഭിക്ഷു പറഞ്ഞു: അദ്ദേഹത്തിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്തൻ ഭിക്ഷുവിനോട് ചോദിച്ചു: മിത്രമേ, ധനഞ്ജാനി ബ്രാഹ്മണൻ അപ്രമത്തനായിട്ടല്ലേ വിഹരിക്കുന്നത്? അതായത് പ്രമാദമില്ലാതെയല്ലേ വിഹരിക്കുന്നത്? ഈ ചോദ്യത്തിൻ്റെ അർത്ഥം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഭഗവാൻ തൻ്റെ സാധനയിൽ ജാഗരികോ എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാ സമയത്തും നമ്മൾ ജാഗരൂകരായിരിക്കണം, സതി സമ്പജന്യത്തോടുകൂടി ഇരിക്കണം. സതി എന്ന് പറയുന്ന സമയത്ത് 4 സതിപഠാനങ്ങൾ: കായാനുപസന, ചിത്താനുപസന, വേദനാനുപസന, ധമ്മാനുപസന. അതേപോലെ തന്നെ സമ്പജന്യം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അതിൽ പ്രജ്ഞയോടുകൂടി നമ്മൾ ആ പ്രവൃത്തിയെ അറിയണം. അതിനെയാണ് സമ്പജന്യം എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും ധ്യാനനിഷ്ഠരാണ്. അതായത് ഇരുന്ന് ധ്യാനിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എല്ലാ അവസ്ഥയിലും ധ്യാനം ചെയ്യുന്നവരാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ധ്യാനം. അല്ലാതെ ഇരുന്നിട്ടുള്ള ധ്യാനം മാത്രമല്ല ഭഗവാൻ നിർദ്ദേശിച്ചിട്ട് ഉള്ളത്. അപ്പോൾ ആ ഭിക്ഷു പറഞ്ഞു: എങ്ങനെയാണ് ധനഞ്ജാനി ബ്രാഹ്മണന് അപ്രമാദം അല്ലെങ്കിൽ പ്രമാദമില്ലാതെ ജീവിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ആ വ്യക്തിക്ക് ജാഗ്രതയോടുകൂടി ധ്യാനിക്കാൻ സാധിക്കുക എന്നാണ് ഈ ഉത്തരത്തിൻ്റെ അർത്ഥം. ധനഞ്ജാനി ബ്രാഹ്മൺ ഗൃഹസ്ഥന്മാരെയും മറ്റുള്ള ബ്രാഹ്മണന്മാരെയും രാജാവിൻ്റെ പേരിൽ കൊള്ളയടിക്കുകയാണ്. അതേപോലെ തന്നെ ഗൃഹസ്ഥന്മാരുടെയും ബ്രാഹ്മണന്മാരുടെയും പേര് പറഞ്ഞ് അദ്ദേഹം രാജാവിനെയും കൊള്ളയടിക്കുകയാണ്. ധനഞ്ജാനി ബ്രാഹ്മണന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഭഗവാനോട് ശ്രദ്ധയുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. ശ്രദ്ധയുള്ള ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു അവർ വന്നിരുന്നത്. പക്ഷേ അവർ മരിച്ചുപോയി. ഇപ്പോൾ ധനഞ്ജാനി ബ്രാഹ്മണന് ഒരു പുതിയ ഭാര്യയുണ്ട്. അവർക്ക് പക്ഷേ ഒട്ടും തന്നെ ശ്രദ്ധയില്ല. ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്ന സമയത്ത് ഒരു നല്ല ക്വാളിറ്റിയാണ്. ഭഗവാനോടുള്ള വിശ്വാസം, ഫെയ്ത്ത് എന്നെല്ലാം പറയാം. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്തൻ ഇങ്ങനെ പറഞ്ഞു: ഇത് തീർച്ചയായിട്ടും നല്ല ഒരു വാർത്തയല്ല. ധനഞ്ജാനി ബ്രാഹ്മൺ ജാഗ്രതയോടുകൂടി അല്ല ഇരിക്കുന്നത് എന്ന് കേൾക്കുന്നത് നല്ലൊരു വാർത്തയല്ല. തീർച്ചയായിട്ടും ഒരിക്കൽ ഞാൻ ധനഞ്ജാനി ബ്രാഹ്മണനെ കാണും. കണ്ടതിന് ശേഷം ഞാൻ ആ ബ്രാഹ്മണനോട് സംസാരിക്കും. പിന്നീട് ആയുഷ്മാൻ സാരിപുത്തൻ തെക്ക് ഭാഗത്തുള്ള മലയുടെ മുകളിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന സമയത്തോളം താമസിച്ചു. അതിനുശേഷം അദ്ദേഹം രാജഗൃഹത്തിലേക്ക് പോയി. ക്രമേണ അദ്ദേഹം രാജഗൃഹ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ അദ്ദേഹം വേളുവനത്തിലായിരുന്നു താമസിച്ചിരുന്നത്.
അണ്ണാന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്താണ് അദ്ദേഹം വിഹരിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം രാവിലെ വസ്ത്രമണിഞ്ഞ് ഭിക്ഷാപാത്രവും അതേപോലെ തന്നെ ചീവരവും എടുത്തുകൊണ്ട് രാജഗൃഹത്തിൽ ഭിക്ഷാടനത്തിന് ഇറങ്ങി. ആ സമയത്ത് നഗരത്തിന് പുറത്ത് ധനഞ്ജാനി ബ്രാഹ്മൺ ഗോശാലയിൽ തൻ്റെ പശുക്കളെ കറക്കുകയായിരുന്നു. ആ സമയത്ത് ആയുഷ്മാൻ സാരിപുത്രൻ രാജഗൃഹത്തിൽ ഭിക്ഷാടനത്തിന് വേണ്ടി നടന്നു. ഭിക്ഷാടനം കഴിഞ്ഞ് ഭക്ഷണശേഷം തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹം ധനഞ്ജാനിയുടെ അടുത്തേക്ക് പോയി. ധനഞ്ജാനി ദൂരെ നിന്ന് തന്നെ ആയുഷ്മാൻ സാരിപുത്രനെ കണ്ടപ്പോൾ ധനഞ്ജാനി ആയുഷ്മാൻ സാരിപുത്രൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: സാരിപുത്ര ബന്ധേ, ഭക്ഷണകാലം കഴിയുന്നതിന് മുമ്പ് ഇപ്പോൾ കറന്ന ശുദ്ധമായ പാല് താങ്കൾ കുടിച്ചാലും. ആയുഷ്മാൻ സാരിപുത്രൻ പറഞ്ഞു: മതി ബ്രാഹ്മണ, ഇന്നത്തെ എൻ്റെ ഭക്ഷണം കഴിഞ്ഞു. ഞാൻ ദിനത്തിലെ ധ്യാനത്തിനായിട്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നതാണ്. താങ്കൾക്ക് എന്നെ അവിടെ വന്ന് കാണാവുന്നതാണ്. ശരി ബന്ധേ എന്ന് പറഞ്ഞ് ധനഞ്ജാനി ബ്രാഹ്മണൻ ഉത്തരം കൊടുത്തു. അതിനുശേഷം ധനഞ്ജാനി ബ്രാഹ്മൺ തൻ്റെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ആയുഷ്മാൻ സാരിപുത്രൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. എന്നിട്ട് കുശല പ്രശ്നങ്ങൾ കൈമാറി. അഭിവാദ്യത്തിനും കുശല പ്രശ്നങ്ങൾക്കും ശേഷം ധനഞ്ജാനി ബ്രാഹ്മൺ ഒരു ഭാഗത്ത് ഇരുന്നു. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്രൻ ധനഞ്ജാനി ബ്രാഹ്മണനോട് ഇങ്ങനെ പറഞ്ഞു: ധനഞ്ജാനി, താങ്കൾ അപ്രമാദത്തോടുകൂടി, അതായത് ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അതായത് എല്ലാ സമയത്തും സതീസമ്പജന്യത്തോടുകൂടി താങ്കൾ ധ്യാനനിരതനാണ് എന്ന് ഞാൻ കരുതുന്നു എന്നാണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ ധനഞ്ജാനി പറഞ്ഞു: ബന്ധേ, എനിക്ക് ജാഗ്രതയോടുകൂടി ഇരിക്കാൻ സാധിക്കുന്നില്ല. എന്തെന്നാൽ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും നോക്കണം, അതേപോലെ തന്നെ ഭാര്യയും കുട്ടികളെയും നോക്കണം, എൻ്റെ ദാസിമാരെ അതേപോലെ തന്നെ ജോലിക്കാരെ നോക്കണം. അതുകൂടാതെ എൻ്റെ കൂട്ടുകാർക്കും അതേപോലെ തന്നെ അറിയുന്നവർക്കും ദക്ഷിണ കൊടുക്കേണ്ടതുണ്ട്. ബന്ധുക്കൾക്കും അതിഥികൾക്കും എൻ്റെ പൂർവജന്മാർക്കും ദേവന്മാർക്കും രാജാവിനും എനിക്ക് ദക്ഷിണ കൊടുക്കേണ്ടതുണ്ട്. അതുകൂടാതെ എനിക്ക് എൻ്റെ ശരീരത്തെയും നല്ലപോലെ പോഷിപ്പിക്കേണ്ടതുണ്ട്, അതിനെ നല്ലപോലെ ദൃഢമാക്കി വയ്ക്കേണ്ടതുണ്ട്. ആയുഷ്മാൻ സാരിപുത്രൻ ചോദിച്ചു: ധനഞ്ജാനി, താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അധർമ്മമായിട്ടുള്ള രീതിയിൽ, തെറ്റായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്ത് ധനം സമ്പാദിക്കുന്നു എന്ന് കരുതുക. ഇതുമൂലം അവർ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലെ ദ്വാരപാലകന്മാർ അവനെ നരകത്തിലേക്ക് വലിച്ചിഴിക്കും. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ അച്ഛനമ്മർക്ക് വേണ്ടിയിട്ടാണ് ഈ തെറ്റായിട്ടുള്ള ജോലികൾ ചെയ്തത് എന്ന് അവരോട് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർ ആ ദ്വാരപാലകനോട് പറയുകയാണ്, ഈ വ്യക്തി എനിക്ക് വേണ്ടിയിട്ടാണ് തെറ്റായിട്ടുള്ള ജോലികൾ ചെയ്ത്, അതിനാൽ ഇവനെ വെറുതെ വിടണം എന്ന് അവർക്ക് പറയാൻ സാധിക്കുമോ? അവർക്ക് സഹായിക്കാൻ സാധിക്കുമോ? ഇല്ല സാരിപുത്ര ബന്ധേ. തീർച്ചയായിട്ടും അവർ കരയുന്ന സമയത്ത് ആ ദ്വാരപാലകൻ ആ വ്യക്തിയെ നരകത്തിൽ കൊണ്ട് ഇടുക തന്നെ ചെയ്യും. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും തെറ്റായിട്ടുള്ള ആജീവിക അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ധനസമ്പാദന മാർഗമാണ് പലരും ചെയ്യുന്നത്. അവരുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത്, എൻ്റെ കുടുംബത്തെ നോക്കാൻ എനിക്ക് ഇത് ചെയ്യേണ്ടതുണ്ട്, എൻ്റെ മതഗ്രന്ഥത്തിൽ ഇത് എഴുതിയിരിക്കുന്നു, എനിക്ക് പ്രകാരം ചെയ്യേണ്ടതുണ്ട് എന്ന് അവർ പറയുന്നു. അതിനാൽ അവർ കോഴികളുടെ ബിസിനസ് നടത്തുന്നു, അതേപോലെ തന്നെ ബീഫിൻ്റെ ബിസിനസ് നടത്തുന്നു, ചിക്കൻ്റെ, മട്ടൻ്റെ, മീനുകളുടെ എല്ലാം ബിസിനസ് നടത്തുന്നു. ഈ ജീവികളെല്ലാം കൊന്നതിന് ശേഷം അതിൻ്റെ മാംസം വിറ്റ് അവർ ഉപജീവനം നടത്തുന്നു. ഇത് തെറ്റായിട്ടുള്ള ഒരു ജീവിത രീതിയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ആരും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. അതുകൂടാതെ നമ്മൾ മറ്റു പലതും കാണാറുണ്ട്. ഉദാഹരണത്തിന്, ഏതെങ്കിലും കിഡ്നി പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഇവ ഉണ്ടാക്കി വിതരണം ചെയ്യുക. അതായത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറ്റനേകം പ്രാണികളെ കൊന്ന് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി ഈ ജീവിതത്തെ രക്ഷിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതൊരു നല്ലൊരു കാര്യമാണ് എന്ന് വിചാരിക്കുക. ഇത്തരത്തിലുള്ള ആൾക്കാർ പുണ്യവും പാപവും എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരാണ്. അതുകൂടാതെ ചിലരുണ്ട്, അവരുടെ ബന്ധുക്കൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടമല്ല, അതിനാൽ നല്ല ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ കറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്
അവരെ സന്തോഷിപ്പിക്കാൻ നോൺ വെജിൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതെല്ലാം തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് അവർ ഒരിക്കലും മനസ്സിലാകുന്നില്ല. അധർമ്മമായിട്ടുള്ള കാര്യമാണ്, വിഷമമായിട്ടുള്ള കാര്യമാണ് എന്നവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് മരണശേഷം അധോഗതിയായിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യവും അവർ അറിയുന്നില്ല. അതിനാൽ ഒരു കാരണവശാലും ധനസമ്പാദനത്തിന് ഇത്തരം മാർഗങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ആയുധങ്ങളുടെ വിൽപ്പന, മദ്യത്തിൻ്റെ വിൽപ്പന, മാംസത്തിൻ്റെ വിൽപ്പന, മീനിൻ്റെ വിൽപ്പന, ഇവയിലൂടെ കിട്ടുന്ന വരുമാനം ഒരിക്കലും നല്ലതല്ല. ആയുഷ്മാൻ സാരിപുത്രൻ ചോദിച്ചു, ധനഞ്ജാനി, താങ്കൾ എന്താണ് കരുതുന്നത്? ആരെങ്കിലും അധർമ്മമായിട്ടുള്ള രീതിയിൽ, ശരിയായിട്ട് അല്ലാത്ത രീതിയിൽ തൻ്റെ ഭാര്യമാർക്കും പുത്രന്മാർക്കും വേണ്ടി ജോലി ചെയ്യുകയാണ് എന്ന് കരുതുക. അപ്പോൾ മരണശേഷം അവരെ നരകത്തിലെ ദ്വാരപാലകന്മാർ നരകത്തിലേക്ക് വലിച്ചഴിക്കും. അപ്പോൾ നമ്മൾക്ക് അവരോട് ഇങ്ങനെ പറയാൻ സാധിക്കുമോ, ഞാൻ ഈ തെറ്റുകൾ ചെയ്തത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കുമാണ്, എന്നെ വെറുതെ വിടൂ എന്ന് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിലും ആ ഭാര്യയും മക്കളും ആ ദ്വാരപാലകനോട് പറയുകയാണ്, ഇദ്ദേഹം എനിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്, ഇദ്ദേഹത്തെ വെറുതെ വിടൂ എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല ബന്ധേ, തീർച്ചയായിട്ടും സാധിക്കില്ല. അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ വ്യക്തിയെ ദ്വാരപാലകന്മാർ നരകത്തിലേക്ക് വലിച്ചഴിക്കും. അതേപോലെ തന്നെ ദാസീദാസന്മാർക്കും ജോലിക്കാർക്കും വേണ്ടി നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. കൂട്ടുകാർക്കും അതേപോലെ തന്നെ അറിയുന്നവർക്കും വേണ്ടി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്, അധർമ്മ മാർഗം ചെയ്യുകയാണ്. നമ്മളുടെ ബന്ധുക്കൾക്കും സ്വജനങ്ങൾക്കും വേണ്ടി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിലും തീർച്ചയായിട്ടും മരണശേഷം നരകത്തിലെ ദ്വാരപാലകന്മാർ ആ വ്യക്തിയെ നരകത്തിലേക്ക് വലിച്ചഴിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്, ദാസീദാസന്മാർക്കും ജോലിക്കാർക്കും വേണ്ടിയാണ് ഞാൻ ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞ് ആ വ്യക്തി വിലപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ദ്വാരപാലകന്മാർ ആ വ്യക്തിയെ വെറുതെ വിടില്ല. അതുകൂടാതെ ഈ വ്യക്തിയുടെ ദാസീദാസന്മാരും ബന്ധുക്കളും കൂട്ടുകാരും അറിയുന്നവരും ഇദ്ദേഹത്തിന് വേണ്ടി ആ ദ്വാരപാലകനോട് കേണപേക്ഷിക്കുകയാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്, അദ്ദേഹത്തിന് വെറുതെ വിടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദ്വാരപാലകന്മാർ ഒരിക്കലും വെറുതെ വിടില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികൾ അതിഥികൾക്ക് വേണ്ടി, അതേപോലെ തന്നെ പൂർവജന്മാർക്ക് വേണ്ടി, ദേവന്മാർക്ക് വേണ്ടി, രാജാവിന് വേണ്ടി അധർമ്മ മാർഗത്തിലൂടെ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. അതായത് പല ആരാധന ആലയങ്ങളിലും ദേവന്മാർക്ക് വേണ്ടി മൃഗങ്ങളെയും പക്ഷികളെയും ബലി കഴിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടിയും നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മരണശേഷം ആ വ്യക്തിയെ നരകത്തിലെ ദ്വാരപാലകന്മാർ ആ വ്യക്തിയെ നരകത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകും. അപ്പോൾ ആ വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ സാധിക്കില്ല, ഞാൻ എൻ്റെ അതിഥികൾക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ പൂർവജന്മാർക്ക് വേണ്ടിയിട്ടാണ്, രാജാവിന് വേണ്ടിയിട്ടാണ്, ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞാലൊന്നും ആ നരകത്തിലെ കാവൽക്കാർ അവരെ വെറുതെ വിടില്ല. അതേപോലെ തന്നെ ഈ അതിഥികളും അതേപോലെ തന്നെ നമ്മുടെ പൂർവജന്മാരും ദേവന്മാരും രാജാക്കന്മാരും ആ നരകത്തിലെ കാവൽക്കാരനോട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടിയാണ് ഈ വ്യക്തി അധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്, ഈ വ്യക്തിയെ വെറുതെ വിടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ കാവൽക്കാർ അത് കേൾക്കുകയില്ല. ആ വ്യക്തിയെ നരകത്തിലേക്ക് കൊണ്ട് ഇടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ തെറ്റായ മാർഗത്തിലൂടെ ധനം സമ്പാദിച്ച് ഒരു വ്യക്തി തൻ്റെ ശരീരത്തെ തടിപ്പിക്കുകയാണ്, പോഷിപ്പിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയും മരണശേഷം നരകത്തിലെ ദൂതന്മാർ ആ വ്യക്തിയെ നരകത്തിലേക്ക് വലിച്ചഴിക്കും. നമ്മൾക്കറിയാം, പല വ്യക്തികളും ബോഡി ബിൽഡിങ്ങിനായിട്ട് ജിമ്മിൽ പോകാറുണ്ട്. പോയതിന് ശേഷം അവർ ചെയ്യുന്നത് എന്താണ്? അവരുടെ ഡയറ്റ് പരിപൂർണമായിട്ടും അവർ നോൺ വെജിറ്റേറിയൻ ആക്കും. കോഴികളെയും ആടിനെയും പോത്തിനെയും മുട്ടയെയും ഒക്കെ അവർ പൊരിച്ചു തിന്നും. വെജിറ്റേറിയൻ ഭക്ഷണത്തിലൂടെയും തൻ്റെ ശരീരത്തെ തടിപ്പിക്കാം എന്ന് അവർക്ക് അറിയുന്നില്ല. അതിനാൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. പിന്നീട് അവർക്ക് അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അതിനാൽ തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ തൻ്റെ ശരീരത്തെ തടിപ്പിക്കാനും പോഷിപ്പിക്കാനും ശ്രമിക്കുന്ന വ്യക്തി, ആ വ്യക്തി മരിക്കുന്ന സമയത്ത് നരകത്തിലെ യമദൂതന്മാർ ആ വ്യക്തിയെ നരകത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകും. ആ സമയത്ത് ആ വ്യക്തി പറയുകയാണ്, എൻ്റെ ശരീരത്തെ തടിപ്പിക്കാൻ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ നരകത്തിലെ കാവൽക്കാർ ആ വ്യക്തിയെ വെറുതെ വിടില്ല.
നരകത്തിലേക്ക് വലിച്ച് ഇഴച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിനാൽ ഈ ഉപായങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ? അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഇല്ല സാരിപുത്ത ബന്ദേ. അവർ എത്ര തന്നെ കരഞ്ഞു കഴിഞ്ഞാലും ആ നരകത്തിലെ കാവൽക്കാർ അവരെ നരകത്തിലേക്ക് വലിച്ചഴിക്കുക തന്നെ ചെയ്യും. ആയുഷ്മാൻ സാരിപുത്രൻ ചോദിച്ചു, ധനഞ്ജാനി, ഇതിൽ ഏത് വ്യക്തിയാണ് നല്ല വ്യക്തിയായിട്ട് താങ്കൾക്ക് തോന്നുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി അധർമ്മമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആ വ്യക്തിയാണോ താങ്കൾക്ക് ഇഷ്ടം? അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നോക്കുന്നതിന് ധർമ്മമായിട്ടുള്ള ശരിയായിട്ടുള്ള ജോലി ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയാണോ താങ്കൾക്ക് ഇഷ്ടം? ബ്രാഹ്മണൻ പറഞ്ഞു, ഏതെങ്കിലും വ്യക്തി തൻ്റെ അച്ഛനമ്മമാർക്ക് വേണ്ടി ധർമ്മിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ, ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന വ്യക്തികളാണോ, അവരെയാണ് എനിക്ക് ഇഷ്ടം. എന്തെന്നാൽ ധർമ്മ മാർഗം, അതേപോലെ തന്നെ ശരിയായിട്ടുള്ള മാർഗം എന്നുള്ളത് അധർമ്മത്തേക്കാൾ, തെറ്റായിട്ടുള്ള മാർഗത്തേക്കാൾ വളരെ നല്ലതാണ്. ധനഞ്ജാനി, മറ്റുള്ളവർ ന്യായമായിട്ടുള്ള വഴികളിലൂടെയാണ് സമ്പാദിക്കുന്നത്, ധർമ്മമായ വഴികളിലൂടെയാണ് സമ്പാദിക്കുന്നത്. അതിൽ അവർക്ക് ധാരാളം ലാഭവും കിട്ടാനുണ്ട്. ധർമ്മമായിട്ടുള്ള മാർഗത്തിലൂടെ സമ്പാദിച്ച് തീർച്ചയായും താങ്കൾക്ക് താങ്കളുടെ അച്ഛനമ്മമാരെ പോഷിപ്പിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. ധനഞ്ജാനി, താങ്കൾ എന്താണ് കരുതുന്നത്? ആരെയാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നത്? ഒരു വ്യക്തി തൻ്റെ ഭാര്യയ്ക്കും പുത്രന്മാർക്കും വേണ്ടി തെറ്റായിട്ടുള്ള മാർഗത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണോ, അതോ തൻ്റെ ഭാര്യയ്ക്കും പുത്രനും വേണ്ടി നല്ല ധർമ്മമാർഗത്തിലൂടെ ധനം സമ്പാദിക്കുന്ന വ്യക്തിയാണോ താങ്കൾക്ക് ഇഷ്ടമുള്ളത്? ബന്ദേ, ധർമ്മമാർഗത്തിലൂടെ തൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി ധനം സമ്പാദിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്തെന്നാൽ അധർമ്മ ജീവിതം ഒട്ടും തന്നെ നല്ലതല്ല, പക്ഷേ ധർമ്മജീവിതം എപ്പോഴും നല്ലതാണ്. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്രൻ ധനഞ്ജാനിയോട് പറഞ്ഞു, ധനഞ്ജാനി, ധർമ്മമാർഗത്തിലൂടെ, ന്യായമാർഗത്തിലൂടെ ധനം സമ്പാദിക്കാൻ ധാരാളം വഴികളുണ്ട്. അതിലൂടെ താങ്കൾക്ക് തൻ്റെ ഭാര്യയെയും പുത്രനെയും സംരക്ഷിക്കാൻ സാധിക്കും. തെറ്റായിട്ടുള്ള അധർമ്മമായിട്ടുള്ള പ്രവൃത്തികൾ ഉപേക്ഷിക്കൂ, ധർമ്മമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യൂ. ധനഞ്ജാനി, താങ്കൾ എന്താണ് കരുതുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ ദാസീദാസന്മാർക്ക് വേണ്ടി, ജോലിക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടി, അറിയുന്നവർക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, സ്വജനങ്ങൾക്ക് വേണ്ടി തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ, അധർമ്മ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്ന വ്യക്തിയാണോ താങ്കൾക്ക് ഇഷ്ടം? അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ധർമ്മമാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്ന വ്യക്തിയാണോ താങ്കൾക്ക് ഇഷ്ടം? ബന്ദേ, ഇവർക്ക് വേണ്ടി ധർമ്മമാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്ന വ്യക്തികളാണ് എനിക്ക് ഇഷ്ടം. എന്തെന്നാൽ അധർമ്മ മാർഗം എപ്പോഴും തെറ്റാണ്, ധർമ്മമാർഗം എപ്പോഴും നല്ലതാണ്. അതിനാൽ ധനഞ്ജാനി, താങ്കൾ മിത്രങ്ങൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, സ്വജനങ്ങൾക്ക് വേണ്ടി ഒരിക്കലും അധർമ്മ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കരുത്. ന്യായമായിട്ടുള്ള, ധർമ്മമായിട്ടുള്ള ഒരുപാട് ജീവിത ഉപാധികളുണ്ട്. അതിലൂടെ തീർച്ചയായിട്ടും താങ്കൾക്ക് തൻ്റെ ദാസീദാസന്മാരെയും, ജോലിക്കാരെയും, കൂട്ടുകാരെയും, ബന്ധുക്കളെയും, സ്വജനങ്ങളെയും ധർമ്മമാർഗത്തിലൂടെ താങ്കൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ഒരിക്കലും അധർമ്മമായിട്ടുള്ള രീതിയിൽ സഞ്ചരിക്കരുത്, ധർമ്മത്തിൻ്റെ രീതിയിൽ വേണം സഞ്ചരിക്കാൻ. ധനഞ്ജാനി, താങ്കൾ എന്താണ് കരുതുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ അതിഥികൾക്ക് വേണ്ടി, തൻ്റെ പൂർവജന്മാർക്ക് വേണ്ടി, ദേവന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ രാജാവിന് വേണ്ടി അധർമ്മ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുന്ന വ്യക്തിയാണോ താങ്കൾക്ക് ഇഷ്ടം? അല്ലെങ്കിൽ ഇവർക്കെല്ലാം വേണ്ടി ധർമ്മമാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്ന വ്യക്തിയാണോ താങ്കൾക്ക് ഇഷ്ടം? ബന്ദേ, ഇവർക്കെല്ലാം വേണ്ടി ധർമ്മമാർഗത്തിൽ പണം സമ്പാദിക്കുന്ന വ്യക്തിയാണ് എനിക്ക് ഇഷ്ടം. അധർമ്മ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കുന്ന വ്യക്തിയെ എനിക്ക് ഇഷ്ടമല്ല. അതിനാൽ ധനഞ്ജാനി, അതിഥികൾക്ക് വേണ്ടി, പൂർവജന്മാർക്ക് വേണ്ടി, ദേവന്മാർക്ക് വേണ്ടി, രാജാവിന് വേണ്ടി ഒരിക്കലും അധർമ്മ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കരുത്. ന്യായമായിട്ടുള്ള എത്രയോ ധർമ്മമയമായിട്ടുള്ള ജോലികളുണ്ട്, അതിലൂടെ ഇവർക്ക് ധനം സമ്പാദിക്കാവുന്നതാണ്. അധർമ്മ മാർഗം ഉപേക്ഷിക്കൂ, ധർമ്മമാർഗം സ്വന്തമാക്കൂ. ധനഞ്ജാനി, ഏതെങ്കിലും വ്യക്തി അധർമ്മ മാർഗത്തിലൂടെ തൻ്റെ ശരീരത്തെ തടിപ്പിക്കുന്ന വ്യക്തിയാണോ ഇഷ്ടം? അല്ലെങ്കിൽ ധർമ്മമാർഗത്തിലൂടെ തൻ്റെ ശരീരത്തെ പോഷിപ്പിക്കുന്ന, തടിപ്പിക്കുന്ന വ്യക്തിയാണോ താങ്കൾക്ക് ഇഷ്ടം? ബന്ദേ, ഏതെങ്കിലും വ്യക്തി ധർമ്മമാർഗത്തിലൂടെ തൻ്റെ ശരീരത്തെ തടിപ്പിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നുവോ, ആ വ്യക്തിയാണ് എനിക്ക് ഇഷ്ടം.
ധർമ്മമാർഗം എപ്പോഴും നല്ലതാണ്, ശീലത്തിൻ്റെ മാർഗം എപ്പോഴും നല്ലതാണ്, പക്ഷേ അധർമ്മമാർഗം എന്നും തെറ്റാണ്. അതിനാൽ ധനഞ്ജാനി ധാരാളം ധർമ്മമയമായിട്ടുള്ള ധാരാളം പൈസ കിട്ടുന്ന ഒരുപാട് ജോലികളുണ്ട്. ആ ജോലികൾ മൂലം താങ്കൾക്ക് താങ്കളുടെ ശരീരത്തെ തടിപ്പിക്കാവുന്നതാണ്, പോഷിപ്പിക്കാവുന്നതാണ്. തെറ്റായ മാർഗങ്ങൾ ഉപേക്ഷിക്കുക, എന്നിട്ട് നല്ല മാർഗം മാത്രം തിരഞ്ഞെടുക്കുക. അപ്പോൾ ധനഞ്ജാനി ബ്രാഹ്മൺ ആയുഷ്മാൻ സാരിപുത്രൻ പറഞ്ഞതിന് എല്ലാറ്റിനോടും അംഗീകരിച്ച് അതിനോട് യോജിച്ചതിന് ശേഷം സ്വന്തം ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു, എന്നിട്ട് പോയി. കുറേ സമയത്തിന് ശേഷം ധനഞ്ജാനി ബ്രാഹ്മൺ രോഗബാധിതനായി, ദുഃഖിതനായി, ഒരുപാട് ദുർബലനായി. അപ്പോൾ ധനഞ്ജാനി ബ്രാഹ്മണൻ ഒരു വ്യക്തിയെ വിളിച്ചു. എന്നിട്ട് ആ വ്യക്തിയോട് ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട വ്യക്തി, താങ്കൾ ഭഗവാന്റെ അടുത്ത് പോകുക. എന്നിട്ട് എൻ്റെ പേര് പറഞ്ഞ് താങ്കളുടെ ശിരസ് അദ്ദേഹത്തിൻ്റെ ചരണങ്ങളിൽ സ്പർശിക്കുക. എന്നിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറയുക: ബന്ദേ, ധനഞ്ജാനി ബ്രാഹ്മൺ രോഗബാധിതനാണ്, ദുഃഖിതനാണ്, ശരീരത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ധനഞ്ജാനി ബ്രാഹ്മൺ തൻ്റെ ശിരസിനാൽ താങ്കളുടെ ചരണങ്ങളെ സ്പർശിക്കുന്നു. അതിനുശേഷം ആയുഷ്മാൻ സാരിപുത്രൻ്റെ അടുത്ത് പോകുക. എന്നിട്ട് എൻ്റെ പേര് പറഞ്ഞ് താങ്കൾ താങ്കളുടെ ശിരസ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചരണങ്ങളിൽ വന്ദിക്കുക. എന്നിട്ട് ഇങ്ങനെ പറയുക: ബന്ദേ, ധനഞ്ജാനി ബ്രാഹ്മൺ രോഗബാധിതനാണ്, ദുഃഖിതനാണ്, ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ ശിരസ് കൊണ്ട് തങ്ങളുടെ ചരണങ്ങളിൽ വന്ദിക്കുന്നു. അതിനുശേഷം ഇങ്ങനെ പറയുക: ബന്ദേ, ദയവ് ചെയ്തിട്ട് ധനഞ്ജാനി ബ്രാഹ്മണനോടുള്ള അനുകമ്പ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നാലും. ശരി എന്ന് പറഞ്ഞ് ആ വ്യക്തി മറുപടി കൊടുത്തു. എന്നിട്ട് ധനഞ്ജാനി പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തി ചെയ്തു. ഭഗവാൻ ബുദ്ധൻ്റെ അടുത്തും അതേപോലെ തന്നെ സാരിപുത്രൻ്റെ അടുത്തും പോയി ധനഞ്ജാനി ബ്രാഹ്മൺ പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തി ചെയ്തു. എന്നിട്ട് ആയുഷ്മാൻ സാരിപുത്രനെ ധനഞ്ജാനിയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ആയുഷ്മാൻ സാരിപുത്രൻ മൗനമായിരുന്ന് അതിന് സമ്മതിച്ചു. അതിനുശേഷം ആയുഷ്മാൻ സാരിപുത്രൻ വസ്ത്രങ്ങൾ അണിഞ്ഞതിന് ശേഷം തൻ്റെ ഭിക്ഷാപാത്രവും അതേപോലെ തന്നെ ചീവരവും എടുത്തുകൊണ്ട് ധനഞ്ജാനിയുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് നിലത്ത് വിരിച്ചിരിക്കുന്ന ആസനത്തിൽ അദ്ദേഹം ഇരുന്നു. എന്നിട്ട് ധനഞ്ജാനിയോട് ഇങ്ങനെ പറഞ്ഞു: ധനഞ്ജാനി, താങ്കൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് കരുതുന്നു. നല്ല രീതിയിൽ തന്നെയാണ് താങ്കൾ കഴിയുന്നത് എന്ന് കരുതുന്നു. താങ്കളുടെ വേദന കുറയുകയാണ്, കൂടുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. വേദന വർദ്ധിക്കുകയല്ല, കുറയുകയാണ് എന്ന് ഞാൻ കരുതുന്നു. സാരിപുത്ര ബന്ദേ, എനിക്ക് ഒട്ടും തന്നെ സുഖമില്ല. എൻ്റെ അസുഖം ഭേദമാകുന്നില്ല. അതികഠിനമായിട്ടുള്ള വേദനയാണ്. ആ വേദന കൂടുകയാണ്, കമ്മിയാകുന്നില്ല. ആ വേദന കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ല. എൻ്റെ തലയിലൂടെ അതിശക്തമായിട്ടുള്ള വായു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബലവാനായിട്ടുള്ള ഒരു പുരുഷൻ എൻ്റെ തലയിലേക്ക് ആണി അടിച്ചു കയറ്റുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബന്ദേ, എനിക്ക് ഒട്ടും തന്നെ സുഖമില്ല. എൻ്റെ വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്, കമ്മിയാകുന്നില്ല. എൻ്റെ തലയിൽ അതികഠിനമായിട്ടുള്ള വേദനയുണ്ട്. ഒരു ബലവാനായിട്ടുള്ള പുരുഷൻ ഒരു ലെതറിൻ്റെ ബെൽറ്റ് കൊണ്ട് എൻ്റെ തലയെ കെട്ടിയിട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബന്ദേ, എനിക്ക് ഒട്ടും തന്നെ സുഖമില്ല. എൻ്റെ അസുഖം കൂടിക്കൊണ്ടിരിക്കുകയാണ്, വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വയറിൽ ഒരുപാട് വായു ഉരുണ്ട് കയറിയിരിക്കുകയാണ്. ഒരു സമർത്ഥനായിട്ടുള്ള പശുവിനെ കൊല്ലുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സഹായി കത്തികൊണ്ട് പശുവിൻ്റെ വയറ് കീറിപ്പൊളിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദനയാണ് എനിക്ക് ഉണ്ടാകുന്നത്. എനിക്ക് ഒട്ടും തന്നെ സുഖമില്ല ബന്ദേ. എൻ്റെ വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്, കമ്മിയാകുന്നില്ല. എൻ്റെ ശരീരത്തിൽ പൊള്ളുന്ന ചൂടുണ്ട്. ബലവാനായിട്ടുള്ള രണ്ട് വ്യക്തികൾ ദുർബലനായിട്ടുള്ള ഒരു വ്യക്തിയെ പിടിച്ച് കത്തുന്ന കൽക്കരിക്ക് മുകളിൽ കാണിക്കുന്ന വേദനയാണ് എനിക്ക് എൻ്റെ ശരീരത്തിൽ തോന്നുന്നത്. സാരിപുത്ര ബന്ദേ, എനിക്ക് ഒട്ടും തന്നെ സുഖമില്ല. എൻ്റെ വേദന കൂടുകയാണ്, കമ്മിയാകുന്നില്ല. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്രൻ ധനഞ്ജാനിയോട് ഇങ്ങനെ ചോദിച്ചു: ധനഞ്ജാനി, ഇതിൽ ഏത് കാര്യമാണ് കുറച്ച് നന്നായിട്ട് താങ്കൾക്ക് തോന്നുന്നത്? നരകലോകമാണോ അതോ പശുപക്ഷികളുടെ ലോകമാണോ? ഇനി പറയാൻ പോകുന്നത് ഈ പ്രപഞ്ചത്തിലെ ലോകങ്ങളെക്കുറിച്ചിട്ടാണ്. താഴെ നിന്ന് മുകളിലേക്കുള്ള
ലോകങ്ങളെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ബന്ദേ, മൃഗങ്ങളുടെ ലോകം കുറച്ചുകൂടി നല്ലതാണ്, നരകലോകത്തേക്കാൾ നല്ലതാണ്. ധനഞ്ജാനി, ഏത് ലോകമാണ് താങ്കൾക്ക് കുറച്ച് നന്നായിട്ട് തോന്നുന്നത്? മൃഗത്തിൻ്റെ ലോകമാണോ അതോ പ്രേതത്തിൻ്റെ ലോകമാണോ? ബന്ദേ, മൃഗത്തിൻ്റെ ലോകത്തേക്കാൾ പ്രേതത്തിൻ്റെ ലോകമാണ് കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ധനഞ്ജാനി, ഏത് ലോകമാണ് താങ്കൾക്ക് കുറച്ച് നന്നായിട്ട് തോന്നുന്നത്? പ്രേതലോകമാണോ അതോ മനുഷ്യലോകമാണോ? ബന്ദേ, പ്രേതലോകത്തേക്കാൾ മനുഷ്യലോകമാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നുന്നത്. ധനഞ്ജാനി, ഏത് ലോകമാണ് താങ്കൾക്ക് നന്നായിട്ട് തോന്നുന്നത്? മനുഷ്യലോകമാണോ അതോ ചാതുർ മഹാരാജിക ദേവലോകമാണോ? ബന്ദേ, മനുഷ്യലോകത്തേക്കാളും ചാതുർ മഹാരാജിക ദേവലോകമാണ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത്. ധനഞ്ജാനി, ഏതാണ് താങ്കൾക്ക് കൂടുതൽ നന്നായിട്ട് തോന്നുന്നത്? ചാതുർ മഹാരാജിക ദേവലോകമാണോ അതോ താവതിംസ ദേവലോകമാണോ? ബന്ദേ, ചാതുർ മഹാരാജിക ദേവലോകത്തേക്കാളും താവതിംസ ദേവലോകമാണ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത്. ധനഞ്ജാനി, ഏത് ലോകമാണ് താങ്കൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത്? താവതിംസ ദേവലോകമാണോ യാമ ദേവലോകമാണോ? ബന്ദേ, താവതിംസ ദേവലോകത്തേക്കാൾ എനിക്ക് യാമ ദേവലോകമാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത്. ധനഞ്ജാനി, ഏത് ലോകമാണ് താങ്കൾക്ക് നന്നായിട്ട് തോന്നുന്നത്? യാമദേവമാണോ അതോ തുഷിത ദേവലോകമാണോ? ബന്ദേ, യാമദേവലോകത്തേക്കാൾ എനിക്ക് തുഷിത ദേവലോകമാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത്. ധനഞ്ജാനി, ഏത് ലോകമാണ് താങ്കൾക്ക് നന്നായിട്ട് തോന്നുന്നത്? തുഷിത ദേവലോകമാണോ നിമ്മാണ രതി ദേവലോകമാണോ? ബന്ദേ, തുഷിത ദേവലോകത്തേക്കാളും എനിക്ക് നിമ്മാണ രതി ദേവലോകമാണ് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത്. ധനഞ്ജാനി, ഏത് ലോകമാണ് താങ്കൾക്ക് നന്നായിട്ട് തോന്നുന്നത്? നിമ്മാണ രതി ദേവലോകമാണോ പരനിമ്മിത വസവത്തി ദേവലോകമാണോ? ബന്ദേ, നിമ്മാണ രതി ദേവലോകത്തേക്കാളും പരനിമിത്ത വസവത്തി ദേവലോകമാണ് എനിക്ക് കൂടുതൽ നന്നായിട്ട് തോന്നുന്നത്. ധനഞ്ജാനി, താങ്കൾ എന്ത് കരുതുന്നു? പരനിമിത്ത വസവത്തി ദേവലോകമാണോ അതോ ബ്രഹ്മലോകമാണോ കൂടുതൽ നല്ലത്? സാരിപുത്ത ബന്ദേ, ബ്രഹ്മലോകത്തെപ്പറ്റിയാണ് പറയുന്നത്. സാരിപുത്ത ബന്ദേ, ബ്രഹ്മലോകത്തെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്തൻ ഇങ്ങനെ വിചാരിച്ചു, ഈ ബ്രാഹ്മണൻ ബ്രഹ്മലോകത്തോട് ഭക്തിയുള്ള വ്യക്തിയാണ്, ബ്രഹ്മലോകത്തിന് താല്പര്യമുള്ള വ്യക്തിയാണ്. എന്തുകൊണ്ട് എനിക്ക് ഈ വ്യക്തിക്ക് ബ്രഹ്മലോകത്തേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തുകൂടാ? അപ്പോൾ സാരിപുത്തൻ ധനഞ്ജാനിയോട് ഇങ്ങനെ പറഞ്ഞു, ധനഞ്ജാനി, ഞാൻ താങ്കൾക്ക് ബ്രഹ്മലോകത്തിലേക്കുള്ള വഴി പറഞ്ഞുതരാം, വഴി പഠിപ്പിച്ചു തരാം. ശ്രദ്ധിക്കുക, മനസ്സ് ഉറപ്പിച്ച് കേൾക്കുക, ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് പറഞ്ഞ് ധനഞ്ജാനി ബ്രാഹ്മണൻ പറഞ്ഞു. അപ്പോൾ ആയുഷ്മാൻ സാരിപുത്രൻ ഇപ്രകാരം പറഞ്ഞു, ധനഞ്ജാനി, ബ്രഹ്മലോകത്തേക്കുള്ള വഴി ഏതാണ്? ആദ്യത്തെ വഴി ഇങ്ങനെയാണ്. ഒരു ഭിക്ഷു മൈത്രീചിത്തത്തോടുകൂടി ഒരു ദിശയിലേക്ക്, 2 ദിശയിലേക്ക്, 3 ദിശയിലേക്ക്, 4 ദിശയിലേക്ക് മൈത്രീചിത്തം പ്രസരിപ്പിക്കുന്നു. അതേപോലെ തന്നെ മുകളിൽ താഴെ, അതേപോലെ തന്നെ എല്ലായിടത്തും ഒരേപോലെ അവർ മൈത്രീചിത്തത്തെ പ്രസരിപ്പിക്കുന്നു. അത് അപ്രമാണമാണ്, മഹഗതമാണ്, അതിരുകളില്ലാത്തതാണ്. ദ്വേഷമോ വൈരമോ ഇല്ലാത്ത മനസ്സാണ് അത്. ധനഞ്ജാനി, ഇതാണ് ബ്രഹ്മലോകത്തേക്കുള്ള വഴി. ഇപ്പോൾ സാരിപുത്തൻ ധനഞ്ജാനി ബ്രാഹ്മണന് ബ്രഹ്മവിഹാരത്തെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, 4 തരത്തിലുള്ള ബ്രഹ്മവിഹാരമുണ്ട്: മൈത്രി, മുദിത, കരുണ, ഉപേക്ഷ. നിങ്ങൾക്ക് ഈ ബ്രഹ്മവിഹാരത്തിൻ്റെ ധ്യാനം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റിൽ പോയി നോക്കുക. അവിടെ ബന്ദേ വിമലാരംസി മൈത്രി ധ്യാനമാണ് പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. വളരെ സുഖപ്രദമായിട്ടുള്ള ധ്യാനങ്ങളാണ് ഇത്. ധനഞ്ജയ, അതിനുശേഷം ഒരു ഭിക്ഷു കരുണാസഹഗതമായിട്ടുള്ള ചിത്തത്തോടുകൂടി ഇപ്രകാരം 4 ദിശയിലും, അതേപോലെ തന്നെ മുകളിലും താഴെയും, അതേപോലെ തന്നെ എല്ലായിടത്തും ഒരേപോലെ കരുണാചിത്തത്തെ പ്രസരിപ്പിക്കുന്നു. അത് അപ്രമാണമാണ്, അതിരുകളില്ലാത്തതാണ്, ദ്വേഷമില്ലാത്തതാണ്, വൈരമില്ലാത്തതാണ്. അതേപോലെ തന്നെ ഒരു ഭിക്ഷു
മുദിത സഹഗത ചിത്തം, അതായത് മനസ്സിൽ മുദിതയോടുകൂടി 4 ദിശകളിലും അതേപോലെ തന്നെ മുകളിലും താഴെയും എല്ലായിടത്തും ഒരേപോലെ മുദിത ചിത്തത്തെ പ്രസരിപ്പിക്കുന്നു. അത് തീർത്തും ദ്വേഷമില്ലാത്തതാണ്, വൈരമില്ലാത്തതാണ്, അനന്തമാണ്. ഇതും ബ്രഹ്മലോകത്തിലേക്കുള്ള വഴിയാണ്. അവർ തങ്ങളുടെ മനസ്സിൽ ഉപേക്ഷ ഉള്ള ചിത്തത്താൽ 4 ദിശകളിലേക്കും മുകളിലേക്കും താഴേക്കും എല്ലാ ദിശകളിലേക്കും ഉപേക്ഷ ചിത്തം പ്രസരിപ്പിക്കുന്നു, അതായത് സമതയുള്ള ചിത്തം. ഇത് അനന്തമാണ്, അളവില്ലാത്തതാണ്, വൈരമില്ലാത്തതാണ്, ദ്വേഷമില്ലാത്തതാണ്. ഇതും ബ്രഹ്മത്തിലേക്കുള്ള വഴിയാണ്. അതായത് ഇപ്പോൾ 4 ബ്രഹ്മവിഹാരത്തെക്കുറിച്ചിട്ടാണ് ആയുഷ്മാൻ സാരിപുത്തൻ ധനഞ്ജാനി ബ്രാഹ്മണന് ഉപദേശം കൊടുത്തിരിക്കുന്നത്. മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ, ഇതാണ് 4 ബ്രഹ്മവിഹാരങ്ങൾ. നിങ്ങൾക്കും ഈ 4 ബ്രഹ്മവിഹാരങ്ങൾ ഇതിൻ്റെ ധ്യാനം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ധമ്മസുഖ ഏഷ്യ എന്ന വെബ്സൈറ്റ് നോക്കുക. അവിടെ ബന്ദേ വിമലാരംസി ഇതേ രീതിയിൽ തന്നെയാണ് 4 ബ്രഹ്മവിഹാരങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്നത്, മൈത്രി ധ്യാനം അദ്ദേഹം പഠിപ്പിക്കുന്നത്. വളരെ സുഖകരമായിട്ടുള്ള ധ്യാനങ്ങളാണ് ഇവ. അപ്പോൾ ധനഞ്ജാനി ബ്രാഹ്മൺ ഇങ്ങനെ പറഞ്ഞു, ശരി സാരിപുത്ത ബന്ദേ, എൻ്റെ പേര് പറഞ്ഞ് താങ്കൾ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചാലും എന്നിട്ട് ഭഗവാനോട് ഇങ്ങനെ പറയുക, ബന്ദേ, ധനഞ്ജാനി ബ്രാഹ്മൺ രോഗിയാണ്, ദുഃഖിതനാണ്, അവശനാണ്. ആ ബ്രാഹ്മണൻ തൻ്റെ ശിരസ്സുകൊണ്ട് താങ്കളുടെ പാദങ്ങളിൽ വന്നിക്കുന്നു. അതിനുശേഷം സാരിപുത്തൻ ധനഞ്ജാനി ബ്രാഹ്മണനെ ആ താഴെയുള്ള ബ്രഹ്മലോകത്തിൽ ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ ആസനത്തിൽ നിന്നും എഴുന്നേറ്റ് അവിടെ നിന്ന് പോയി. എന്നാൽ കൂടുതൽ ജോലി ചെയ്യേണ്ടതുണ്ടായിരുന്നു, പക്ഷേ സാരിപുത്തൻ അത് ചെയ്തില്ല. സാരിപുത്തൻ അവിടെ നിന്ന് പോയിട്ട് അധിക സമയം ആയിട്ടില്ല. അതിനു മുൻപ് തന്നെ ധനഞ്ജാനി ബ്രാഹ്മണൻ തൻ്റെ ശരീരം ഉപേക്ഷിച്ചു. എന്നിട്ട് ബ്രഹ്മലോകത്ത് പോയിട്ട് ധനഞ്ജാനി ബ്രാഹ്മൺ ജനിച്ചു. അപ്പോൾ ഭഗവാൻ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഭിക്ഷുക്കളെ, സാരിപുത്തൻ ധനഞ്ജാനി ബ്രാഹ്മണനെ താഴെയുള്ള ബ്രഹ്മലോകത്തിലാണ് ഉറപ്പിച്ചത്. അതിനുശേഷം സാരിപുത്തൻ തൻ്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി, പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിനുശേഷം ആയുഷ്മാൻ സാരിപുത്രൻ ഭഗവാന്റെ അടുത്ത് പോയി, ബന്ദേ, ധനഞ്ജാനി ബ്രാഹ്മണൻ വളരെ രോഗിയാണ്, ദുഃഖിതനാണ്, അവശനാണ്. ബ്രാഹ്മണൻ തൻ്റെ ശിരസ്സുകൊണ്ട് താങ്കളുടെ പാദങ്ങളിൽ വന്നിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, സാരിപുത്ത, ധനഞ്ജാനിയെ താങ്കൾ താഴെയുള്ള ബ്രഹ്മലോകത്താണ് ഉറപ്പിച്ചത്. അതിനുശേഷം താങ്കൾ താങ്കളുടെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. എന്നാൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ സാരിപുത്തൻ പറഞ്ഞു, ബന്ദേ, ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ആ ബ്രാഹ്മണന് ബ്രഹ്മലോകത്തോട് ആയിരുന്നു ഭക്തി കൂടുതൽ, താല്പര്യം കൂടുതൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രഹ്മലോകത്തിലേക്കുള്ള വഴി ആ ബ്രാഹ്മണനെ പഠിപ്പിക്കാം എന്ന് കരുതി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, സാരിപുത്ത, ധനഞ്ജാനി ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞു. ധനഞ്ജാനി ബ്രാഹ്മൺ ഇപ്പോൾ ബ്രഹ്മലോകത്താണ് ജനിച്ചിരിക്കുന്നത്. ധനഞ്ജാനി സുത്തം നിഷ്ഠിതം. സുഹൃത്തുക്കളെ, നല്ല രീതിയിൽ വേണം നമ്മൾ ധനം സമ്പാദിക്കാൻ. ഒരു കാരണവശാലും ഏതെങ്കിലും പ്രാണികളെ കൊന്നിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിലൂടെ നമ്മൾ ധനം സമ്പാദിക്കരുത് എന്ന് ഈ സൂത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അതിനാൽ തെറ്റായിട്ടുള്ള രീതിയിൽ പണം സമ്പാദിക്കുന്ന വ്യക്തികൾക്കായിട്ട് ഈ സൂത്രം നിങ്ങൾ ഫോർവേഡ് ചെയ്യാവുന്നതാണ്. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഉള്ള പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. കുറച്ച് സമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് മുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് മുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് മുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികൾ ആകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ.
സാധു സാധു സാധു.